ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എനിക്ക് സുഖം തന്നെ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പാലക്കാട് നടക്കുന്ന കൊടും ക്രൂരതകളെ പറ്റിയിട്ട് ഒന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇവൾക്ക് എന്താ ഇതിൻ്റെയൊക്കെ കാര്യം എന്നുള്ളത് വിചാരിക്കേണ്ടായിരുന്നു. കാരണം ഇത് നമ്മുടെ നാട്ടിലാണുള്ളത്. നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ തോന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രിമിനലിന് സംരക്ഷണം കൊടുക്കുന്നത് കാണുമ്പോൾ നമുക്കത് പറയാതിരിക്കാൻ തോന്നുന്നില്ല. ക്രിമിനൽ കറക്റ്റായിട്ട് പോലീസിൻ്റെ കയ്യിൽ വന്ന് വീഴും. ഇത്ര ജനങ്ങൾ നാടൊട്ടുക്ക് തിരഞ്ഞ് നടന്നിട്ട് കാണാത്ത ക്രിമിനലിനെ പോലീസിൻ്റെ കയ്യിലേക്ക് വന്ന് വീഴുക, ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ പൊട്ടന്മാരാണോ? അവൻ്റെ ജ്യേഷ്ഠൻ വിളിച്ചിട്ട് പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞ് ഇന്ന സ്ഥലത്ത് നിന്ന് അവൻ വരുന്നുണ്ട്, നിങ്ങൾ പിടിച്ചോളൂ, നാട്ടുകാരുടെ കയ്യിൽ കിട്ടിയ തല്ലിക്കൊല്ലും എന്നുള്ളതറിയാം. അതുകൊണ്ട് മാത്രമാണ് അവരത് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ പോലീസ് ഈ പ്രൈവറ്റ് വാഹനത്തിലാണ് അവനെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തിന് ഇത്ര സംരക്ഷണം അവനിക്ക് കൊടുക്കേണ്ട ആവശ്യം പോലീസിന്? ഇതാണ് ആ കൊല്ലപ്പെട്ട ആളുടെ വീട്. ഇവിടെ വെച്ചിട്ടാണ് ഇവന് വെട്ടിയിരിക്കുന്നത്. അതാണ് അവൻ്റെ വീട്, ആ ക്രിമിനലിൻ്റെ വീട്. അവൻ്റെ പേരെന്നെ പറയാൻ പറ്റില്ല, ക്രിമിനലിൻ്റെ വീട്. ഇവിടെ വെച്ചിട്ടാണ് വെട്ടിയിരിക്കുന്നത്. വെട്ടുകൊണ്ട് അമ്മ ഇറങ്ങി വന്ന സമയത്ത് ആ അമ്മേനെ വെട്ടി ആ അമ്മ ഈ വഴിക്ക് ഓടി. അവനും അതേപോലെ ഈ വഴിയിൽ ഓടി. അവൻ നേരെ പാടത്തു കൂടെ പോകുമ്പോൾ ആരോ കണ്ടു. അതിനാൽ അവൻ ആ കാട് കയറിയതാണ്. അങ്ങനെ അവന് ആ കാട് കയറി. നോക്കൂ, എത്ര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ക്രിമിനലുകൾ വാഴുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ എത്ര ഐക്യത്തോടു കൂടിയിട്ടാണല്ലോ ആ നാട്ടിലത്തെ ജനങ്ങൾ ജീവിക്കുന്നത്. ഇങ്ങനത്തെ നാടുകളിലൊക്കെ അങ്ങും പരസ്പര സ്നേഹം വിശ്വാസം കൊടുത്ത് വാങ്ങൽ ഇങ്ങനെയുള്ള ഒരു നാടാണ് നമ്മുടെ പാലക്കാടിൻ്റെ ഉൾഗ്രാമങ്ങളെല്ലാം. ടൗണല്ല, ഉൾഗ്രാമങ്ങൾ. അത്രയും സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് അവിടെ. എന്നിട്ട് ഇവനെ എത്ര ജനങ്ങൾ കൂടി തരഞ്ഞിട്ട് കിട്ടിയില്ല, പോലീസിൻ്റെ കയ്യിൽ വന്നു. അതും വിശപ്പ് താങ്ങാണ്ട്. ഇവൻ വിശപ്പല്ല താങ്ങേണ്ടത്. എന്നിട്ട് അവനക്ക് വല്ല കൂസലുണ്ടാക്കും. പോലീസ് എന്താ പറയുന്നത്? എന്താണ്, ആകെ ക്ഷീണിച്ചിട്ടുണ്ടെന്ന്. അവൻ്റെ മുഖത്ത് എവിടെ ക്ഷീണം? ഈ പോലീസിന് കണ്ണില്ലേ? അവൻ്റെ മുഖത്ത് എവിടെ ക്ഷീണം? അവൻ്റെ മുഖത്ത് ഇപ്പോഴും ക്രിമിനൽ ഭാവമാണ് അവൻ്റെ മുഖത്ത്. ഇവൻ സൈക്കോ അല്ല. ഈ സൈക്കോ ആണെങ്കിൽ ഇവനെ നാട്ടുകാർ ചേർന്നിട്ട് ഇവനെ മെൻ്റൽ ഹോസ്പിറ്റലിലാക്കണം. ഇവനെ തൂക്കിക്കൊല്ലല്ലേ വേണ്ടിയത്. ഇവനെ ചെയ്യേണ്ടത് ഇഞ്ചിൻ കൊല്ലണം ഇവനെ. ഇവൻ ഇനിയും വരും. ഇനിയും വന്ന ആ മക്കൾ പറയും പോലെ തന്നെ ഇവന് ഇനിയും കൊല്ലും. അവനക്ക് ഒരു മടിയുമില്ല കൊല്ലാൻ. ഇപ്പോഴും ക്രിമിനൽ മെൻറ്റാലിറ്റിയാണ് അവൻ്റെ മുഖത്തുള്ളത്. ആ മക്കൾ പറയുന്ന പോലെ തന്നെ. എന്താണ് എന്തിനീ പോലീസ് വരെ സംരക്ഷിക്കണം? ഇതേ ഒരു വാക്കിൻ്റെ എന്തോ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ആ ബോച്ചനെ കൊണ്ടുപോയിട്ട് കൊലപാതകിനെ കൊണ്ടുപോകണ പോലെ കൊണ്ടുപോയിട്ട് ജയിലിൽ 6 ദിവസം ഇട്ടിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് കുറ്റവാളികൾക്കല്ല ഇവിടെ നിയമം. കുറ്റവാളികൾക്ക് സംരക്ഷണം കൊടുക്കുക. അല്ലാണ്ട് പോലീസ് പിടിച്ചു, ഞങ്ങൾ തന്നെ പിടിച്ചു എന്നല്ലേ പറയുന്നത്. ഞങ്ങൾ പിടിച്ച്? അവൻ്റെ ഏട്ടൻ വിളിച്ച് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് അവർ ആ സ്ഥലത്ത് പോയിട്ട് പിടിച്ചതാണ്. അതായത് അവർക്കറിയാം നാട്ടുകാരിൻ്റെ അടുത്ത് കിട്ടി അവനെ തല്ലിക്കൊല്ലുന്നുള്ളതറിയാം. അവൻ ഇഞ്ചിഞ്ചായി മരിക്കണം. ഇനി അവൻ കൊല്ലും. ഇനി അവൻ്റെ ലിസ്റ്റിൽ ആൾക്കാരുണ്ട്. ഇതാണോ സംരക്ഷിക്കുന്ന പോലീസും ഗവൺമെൻറ്റും കോടതിയും? അതിൻ്റെ മുഖം നോക്ക്. ആൾക്കാർക്ക് ഒരടി അടിക്കാനുള്ള ഒരു സാവകാശമെങ്കിലും ഈ പോലീസുകാർ കൊടുക്കണം. ഈ ജനരോഷം കോടതി കാണണം. ഇങ്ങനത്തെ ആൾക്കാരിനെ കോടതിയിൽ വെച്ചിരിക്കാൻ പറ്റില്ല. നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണം. ഏതോ ഒരു സ്ഥലത്ത് അങ്ങനെ ഉണ്ടായല്ലോ, പോലീസ് വിട്ടുകൊടുത്തു. പോലീസിന് സസ്പെൻഷൻ ആയാലും എന്താണ്? ഇപ്പോൾ ബോച്ചനെ പിടിച്ച് ജയിലിട്ട് അവൻ തിന്നണം. നോക്ക്, ഇവനിക്കെങ്ങനെ തിന്നാൻ ഇറങ്ങണത്? ആ മക്കളവിടെ കണ്ണീര് കുടിച്ചു. 2 മക്കൾ മാത്രമുണ്ട്. അവൻ തിന്നണുണ്ട് ഇരുന്നിട്ട്. അവനിക്ക് എന്താ പറയുക? ഓടും ക്രിമിനൽ. മനുഷ്യന്മാരെ ആടിനെയും കോഴിനെയും ഇറക്കണ പോലെ അറുത്തിട്ട് തിന്നണുണ്ട് അവന്. ഈ മക്കളുടെ കണ്ണീര് കാണുന്നുണ്ടോ?
എന്താ എന്താണ് ലോകസുന്ദരിയായ ഹണി റോസിനെ ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും പോലീസ് എന്ത് പോക്ക് പോയിട്ടാണ് പിടിച്ചത് പോച്ചെന്നെ. അവന് എന്താ പറയുക, രാത്രി കാവലിരുന്ന് കൊലക്കേസുകാരനെയും കൂടി ഇങ്ങനെ പിടിച്ചു. അങ്ങനെ പിടിച്ചിട്ട് വന്ന് പോലീസ് പൊന്തുപോലെ വാങ്ങി. ഇത് അവനെ പോലീസിൻ്റെ അടുത്തേക്ക് വന്ന് പിടിച്ചു. ഞങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവനെ പിടിച്ചു. ഈ നിയമങ്ങളൊക്കെ മാറ്റണം. ഈ നിയമങ്ങളൊക്കെ ആരില്ലേ? ഞാൻ പറയട്ടെ, ഈ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുന്ന ഈ ജനങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഈ ജനങ്ങളുടെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ചില്ലേ പോലീസ്, ആ നിയമം കൊണ്ടുവരുന്നില്ലേ, അവരെന്നെ പറയണം. അല്ലാണ്ട് വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ക്രിമിനലുകൾ അവർക്കെന്താ, അവനിക്കറിയാം പോലീസിൻ്റെ അടുത്ത് വന്ന ഭക്ഷണം കിട്ടും. ഇനിയിപ്പോൾ സ്റ്റേഷനിൽ തന്നെ പോയാലും ഇപ്പോൾ അവനിക്ക് പ്രശ്നമൊന്നുമില്ല. അവിടെ ഫുള്ളും എന്താണ് ഈ ജയിലിലത്തെ ഈ ഭക്ഷണ രീതി മാറ്റണം. ഇതെല്ലാവരും ഇടപെട്ടിട്ട് ഒന്ന് മാറ്റിക്കണം. എന്നാലാണ് ഈ കൊലപാതകങ്ങളുടെയൊക്കെ ഇത് കുറയുള്ളൂ. അതേപോലെ കൊന്നവനെ കൊല്ലുന്ന ശിക്ഷ വരണം. ഇതൊന്നും ഈ നാട്ടിൽ ഇവർക്ക് നടപ്പാക്കിയാൽ ഇപ്പോൾ ഗ്രീഷ്മനെ തന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. എവിടെ തൂക്കിക്കൊല്ലുന്നു? തൂക്കിയൊന്നും ഇത്രയ്ക്കൊന്നും അവൾ ചെയ്തിട്ടില്ല. എന്നാൽ ഇവനെയാണ് തൂക്കിക്കൊല്ലില്ല, ഇവൻ ഇഞ്ചിഞ്ചിഞ്ചിഞ്ചായി കൊല്ലണം. അവൻ ആ വേദനകൾ എന്താണെന്ന് അവൻ അറിയണം. ഇത്രയ്ക്ക് മാത്രമൊക്കെ ഉള്ളൂ. ഇനി എനിക്ക് പറയണ്ട, എനിക്ക് പറ്റുന്നില്ല. അസ്സലാമു അലൈക്കും.